ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. പൊതുവെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ എന്നാണ് വെപ്പ്. അവർ അവരുടെ വാർത്തയുടെ ഉറവിടം അഥവാ സോഴ്സ് വെളിപ്പെടുത്താറില്ല. കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസിൽ സി ദാവൂദും തൊട്ടു പിറ്റേ ദിവസം മീറ്റ് ദി എഡിറ്റേഴ്സ് അവർ റിപ്പോർട്ടർ ചാനലിൽ സ്മൃതി പരുത്തിക്കാടും പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് കേൾക്കാം. 1957 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ CH കണാരനാണ് സ്ഥാനാർത്ഥി. അന്ന് CPM ഇല്ല, CPI-യുടെ. 57 ആദ്യ തെരഞ്ഞെടുപ്പിൽ CH കണാരൻ സ്ഥാനാർത്ഥിയായപ്പോൾ അന്ന് CPM അല്ല CPI ആണുള്ളത്. അദ്ദേഹം ആ പ്രദേശത്തുകാരാണ്, അഴിയൂർക്കാരനാണ് അദ്ദേഹം അഴിയൂർക്കാരനാണ്. അന്ന് ഒരു ദിവസം നോക്കുമ്പോൾ രാവിലെ ഈ പ്രദേശങ്ങളിൽ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയാണ്. ഒരു ദിവസം രാവിലെ ചുമരെഴുത്ത് വരികയാണ്. തീയ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയാണ്. കൊടുവാ തീയന് വോട്ടില്ല, കള്ളത്തീയന് വോട്ടില്ല. കൊടുവാ തീയന് വോട്ടില്ല, കള്ളത്തീയന് വോട്ടില്ല. നമ്മുടെ CH കണാരൻ ഒരു തീയ സ്ഥാനാർത്ഥിയാണ് എന്ന മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്നാണ് ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എഴുതിയ പല ആളുകളും എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുമെന്ന് ഭയന്ന CPI തന്നെ ചെയ്താണെന്ന് പിന്നീട് ആ കാലത്തെ മാധ്യമപ്രവർത്തകരൊക്കെ പറഞ്ഞിട്ടുണ്ട്. CH കണാരൻ ജയിക്കുന്നു. അദ്ദേഹം നിയമസഭയിലെ വളരെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം ലഭിക്കുകയും ചെയ്തു. അപ്പൊ അന്നു മുതൽ അതുണ്ട്, അവിടെ ഉണ്ട്. അപ്പൊ ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് നേരത്തെയും എന്നുള്ളൊരു ചരിത്രം അവിടെ കിടക്കുകയാണ്.